മാജിക് ഓഫ് സെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നാവിനെ കുറിച്ച് പറയുന്ന ഭാഗം അഥവാ ഇന്ദ്രിയജാലങ്ങളിൽ നമുക്ക് നാവിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ പറയാം അല്ലേ. സോ നാവെന്ന് പറയുന്നത് നമുക്കറിയാം, നാവ് ഇല്ലേ, നമ്മൾ വിചാരിക്കും നാവെന്ന് പറയുന്നത് നമുക്ക് ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണെന്ന് അല്ലേ. ശരിയാണ്, നമുക്ക് മെയിനായിട്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ് നാവുള്ളത്. പക്ഷെ ഞാൻ ഈ സംസാരിക്കുന്നത് നാവ് കൊണ്ടല്ലേ, നാവ് ഇങ്ങനെ ചലിക്കുമ്പോഴല്ലേ ഞാൻ സംസാരിക്കുന്നത് അല്ലേ. ഒരു ഭക്ഷണം ചവയ്ക്കുമ്പോൾ നാവിന് എന്തുണ്ട്, അതിൻ്റെതായ ഫംഗ്ഷൻ ഉണ്ട്. നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലുകൾക്കിടയിലേക്ക് എന്ത് ചെയ്യുന്നു, ഭക്ഷണത്തെ ആക്കി കൊടുക്കുന്നു. സോ നാവിന് അതിൻ്റെതായ കുറേ ഫങ്ഷൻസ് ഉണ്ട് മക്കളെ. സോ നാവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ പോയി വെക്കാം. നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ ടേസ്റ്റ് അറിയുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. എടാ ടേസ്റ്റ് ബഡ്സ്, രസമുകുളങ്ങൾ ആരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരാണ് മക്കളെ. ടേസ്റ്റ് ബഡ്സ് അഥവാ എവിടെയാണ് യെസ്, ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. നമുക്ക് മലയാളത്തിൽ പറയാം രസമുകുളങ്ങൾ അല്ലേ. മുകുളം അല്ലേ. മുകുളം എന്ന് പറഞ്ഞാൽ സാധാരണ ബഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, നമ്മളെ പൂവിൻ്റെ മുട്ടില്ലേ അതുപോലെ. സോ കണ്ടോ, കുറേ മുട്ടുകൾ നിൽക്കുന്ന പോലെ, കുറേ പൂമുട്ടുകൾ പോലെ ബഡായിട്ട് കാണുന്നില്ലേ. സോ ഇത് സൂമാക്കിയത് നമ്മളെല്ലാവരുടെയും നാവ് നമ്മൾ സൂമാക്കിയാൽ ഇങ്ങനെ കുറേ ടേസ്റ്റ് ബഡ് കാണാൻ പറ്റും. ഈ ടേസ്റ്റ് ബഡുകൾ നേരെ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യും, രസത്തിൻ്റെ ആ ഒരു സ്റ്റിമുലസ് കൊണ്ട് എത്തിക്കും. അങ്ങനെ നമുക്ക് ടേസ്റ്റ് കിട്ടും അല്ലേ. നിങ്ങൾ നോക്കടാ, ഈ രസമുകുളങ്ങളെല്ലാം ഇങ്ങനെ വേറെ എന്ത് ചെയ്യുന്നു, ഓരോ പാർട്ടായി നിൽക്കുന്നു. നമ്മൾ വളരെ ശക്തിയായിട്ട് നാവ് വടിച്ചാൽ ഈ രസമുകുളങ്ങളിലെ മുകൾ ഭാഗമെല്ലാം എന്ത് ചെയ്യും, കട്ടായി പോവും അല്ലേ. ടേസ്റ്റ് ബഡ്സ് കുറേ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോവും. ആ സമയത്ത് നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുമോ, പിന്നെ ഇല്ല. സോ ടേസ്റ്റ് ബഡ്സ് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ സമയമെടുക്കും. അതുകൊണ്ട് നാവ് വടിക്കുന്ന സമയത്ത്, നാവ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സമാധാനപരമായി പതിയെ ചെയ്യുക. പക്ഷേ നാവ് എന്ത് ചെയ്യണം, നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. ശരിയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ശക്തിയായിട്ട് ക്ലീൻ ആവാൻ വേണ്ടി വളരെ ഫാസ്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് നാവ് പഠിച്ചാൽ നമ്മുടെ നാവിൻ്റെ ടേസ്റ്റ് ബഡ്സ് പോവും, ടേസ്റ്റ് അറിയാൻ പറ്റാതെയോ അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് സാറ് പറഞ്ഞു, സാർ എല്ലാം പറയും, എല്ലാം കണക്ട് ചെയ്ത് പറയാം കേട്ടോ. ഇനി അടുത്ത് നോക്കാം നമുക്ക് അല്ലേ. നാവ് രുചി അറിയാൻ വേണ്ടി മാത്രമാണോ? അല്ലടാ, നാവ് നമുക്ക് എന്താണ്, ടങ് ഹെൽപ്സ് ഇൻ ച്യൂവിങ് അഥവാ നമുക്ക് ചവയ്ക്കാൻ സഹായിക്കുന്നു. ചവയ്ക്കാൻ ഇയാൾ സഹായിക്കുന്നുണ്ട്, ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. 2 ഹെൽപ്സ് ഇൻ സ്വാലോയിങ് ഫുഡ് നമുക്ക് വിഴുങ്ങാൻ സഹായിക്കുന്നു. നമ്മൾ ഗുളിക കുടിക്കുമ്പോൾ അല്ലേ, നമ്മൾ പിൽസ് കഴിക്കുമ്പം എന്താ ചെയ്യാറുള്ളത്, യെസ് നമ്മളിങ്ങനെ നാവിൽ വെച്ച് അങ്ങോട്ട് വിഴുങ്ങാറുണ്ട് അല്ലേ. സോ നമുക്ക് പറയാം ചവയ്ക്കാൻ നാവ് വേണം, വിഴുങ്ങാൻ നാവ് വേണം. ഓഫ് കോഴ്സ് പിന്നെ ടേസ്റ്റ് അറിയാൻ അല്ലേ, രുചി അറിയാൻ ആര് വേണം, നാവ് വേണം. നാവിൻ്റെ ഫങ്ഷൻസാണ് പറയുന്നത് അല്ലേ, രുചി അറിയാൻ. അപ്പോൾ നോക്കടാ, നാവിൻ്റെ ഫങ്ഷൻസിലെ നാവിൻ്റെ ഫങ്ഷൻസ് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട പോയിൻറ്റ്സ് ആണ് സാർ എന്ത് ചെയ്യുന്നത്, നോട്ട് ചെയ്ത് തരുന്നത്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ സാധനം കേട്ടോ. ഇനിയോ സ്പീച്ച്, സംസാരിക്കാൻ. എന്താ പറയുക, സംസാരിക്കാൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ, സംസാരിക്കാൻ കഴിയാത്ത ചില ആളുകളെ, സംസാരിക്കാൻ അല്ലേ, നമുക്ക് സംസാരിക്കാൻ ആര് വേണം, നാവ് വേണം. സോ സംസാരിക്കാൻ കഴിയാത്ത കുറേ ആളുകളുണ്ട്, അവരുടെ നാവുകളൊക്കെ ചിലപ്പോൾ മേ ബി താഴത്ത് ഒട്ടി നിൽക്കായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചലിപ്പിക്കുന്ന പോലെ നാവ് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ചലിപ്പിക്കാൻ കഴിയില്ല. നാവ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചലിപ്പിക്കുമ്പോഴാണ് ഓരോ സൗണ്ടുകൾ, ഓരോ അക്ഷരങ്ങൾ പുറമേക്ക് വരുന്നത്. മനസ്സിലായോ? സോ ആ രീതിയിൽ നാവിന് അതും ഫങ്ഷൻസാണ്. അപ്പോൾ നാവിന് ഈ പറഞ്ഞ പോലെ ഒരു 4 ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നമ്മൾ നോക്കേണ്ട കാര്യം. ഇനി നാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, നാവിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം. എടാ ചൂടുള്ളതോ തണുപ്പുള്ളതോ ആയ വസ്തുക്കൾ കഴിക്കാതിരിക്കുക. വളരെ ചൂടുള്ള വളരെ തണുപ്പുള്ള വസ്തുക്കൾ കഴിക്കാതിരിക്കുക. നേരത്തെ നമ്മൾ കണ്ട നമ്മളെ ടേസ്റ്റ് ബഡ്സില്ലേ അവരൊക്കെ നശിച്ചു പോകും അല്ലേ. നല്ല ചൂടുള്ള വസ്തു വന്നാൽ ഈ ടേസ്റ്റ് ബഡ്സ് എല്ലാം കരിഞ്ഞുണങ്ങി അതങ്ങോട്ട് പോകും. പിന്നെ നമുക്ക് കുറച്ച് ദിവസത്തിന് ടേസ്റ്റ് അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ നല്ല ചൂടുള്ള ചായ കുടിച്ചാൽ ചിലപ്പം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ആ ഭാഗത്ത് ടേസ്റ്റ് അറിയാതെ പറ്റും. ചില സമയത്ത് നാവ് നമ്മൾ പുറത്തിട്ട് നോക്കിയാൽ ആ ഭാഗത്ത് ഇങ്ങനെ നാവ് പൊള്ളിയ പാട് കാണാം. ഇങ്ങനെ പൊള്ളിയ പാട് കാണാം. നാവിൻ്റെ മൊത്തം നാവുമ്പോൾ ഇങ്ങനെ നമുക്ക് പൊള്ളിയ ചെറിയ പാടുകൾ കാണാൻ പറ്റും അല്ലേ. സോ ആ രീതിയിൽ നാവ് പൊള്ളാറുണ്ട്. നാവ് പൊള്ളിപ്പോകുന്നതാണ് എന്താ, നാവിൻ്റെ മേലുള്ള കോശങ്ങളായിട്ടുള്ള ഈ ആളുകൾ ടേസ്റ്റ് ബഡ്സ് പോവാന്നർത്ഥം. അതുപോലെ തന്നെ നല്ല തണുപ്പ് വന്നാലും ഇവർക്ക് പ്രശ്നമാണ്, ഇവരെന്ത് ചെയ്യും, നശിച്ചു പോകും. സോ തണുപ്പ് ഭയങ്കരമായി കൂടിയ ആളുകളും തണുപ്പ് കുറഞ്ഞ ആളുകൾ ചൂട് കൂടിയ ആളുകൾ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാതിരിക്കുക. പിന്നെയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാവ് ശക്തിയായി വടിക്കരുത്, ശക്തിയായി നാവ് വടിക്കാൻ നിൽക്കരുത്. പിന്നെ നാവ് എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കുക, ക്ലീൻ ആൻഡ് ഹൈജീനായിട്ട് സൂക്ഷിക്കുക. അതായത് നമുക്ക് പറയാം നാവ് നമ്മൾ എന്ത് ചെയ്യുക, വൃത്തിയായി സൂക്ഷിക്കുക അല്ലേ, വൃത്തിയായി സൂക്ഷിക്കുക. എപ്പോഴും പറയാറുണ്ട് നമ്മൾ നാവ് വടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് കൊണ്ട് തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, നാവ് ക്ലീൻ ചെയ്യാമെന്ന് പറയാറുണ്ട്. നാവ് വടിക്കാം കുഴപ്പമില്ല, പക്ഷേ നമ്മൾ മെല്ലെ മാർദ്ദവമായി സോഫ്റ്റായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നാവ് വളരെ ഫാസ്റ്റായിട്ട് വടിക്കാതിരിക്കുക. പിന്നെ ചൂട് കൂടിയ അല്ലെങ്കിൽ തണുപ്പ് കൂടിയ വസ്തുക്കൾ കഴിക്കാതിരിക്കുക. ഓക്കെ, ഇനി
നാവ് വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ രണ്ടു നേരം നമ്മൾ പല്ലൊക്കെ തേക്കുന്നത് നാവിന് നല്ലതാണ് കേട്ടോ. റെഡി അല്ലേ? സോ ആ രീതിയിൽ നാവിനെക്കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞു. ഇതാണ് നാവിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസ് ഓർഗനായിട്ടുള്ള ഒരു ഇന്ദ്രിയമായിട്ടുള്ള നാവിനെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, അതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, എങ്ങനെ ടേസ്റ്റ് നമ്മൾ അറിയുന്നു പറഞ്ഞു. സോ ഇതാണ് ഈ ഷോർട്ട് വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത്. ആൻഡ് എക്സാമിന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, തകർത്തെഴുതുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്.